മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാരാണ് എന്താന്നൊക്കെ മക്കൾ ആലോചിക്കുന്നുണ്ടാവും. ടീച്ചറുടെ പേര് വിഷ്ണുമായ എന്നാണ്. മലയാളമാണ് ടീച്ചറുടെ വിഷയം. അപ്പോൾ ഇനി കുറച്ച് പാഠങ്ങളൊക്കെ മക്കൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ടീച്ചറും മക്കളുടെ കൂടെ ഇനി ഉണ്ടാവും. അപ്പോൾ നമ്മൾ വല്ലാത്തൊരു ആശങ്കയുടെ ഒക്കെ ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. കാരണം നമ്മൾ 7ാം ക്ലാസ് പഠിക്കുന്ന ആളുകളുടെ ഒക്കെ എന്ത് ചെയ്തടാ, നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി അല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ നല്ല എളുപ്പമായിരുന്നു, ഹോംവർക്ക് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു. കാരണം എന്താണ്, നമുക്ക് യൂട്യൂബിൽ നോക്കാം, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അല്ലേ. നമുക്കൊരു ഹോംവർക്കൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലൊക്കെ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെയൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ലേ. പക്ഷെ നമ്മളുടെ ടെക്സ്റ്റ് മാറിയല്ലേ, എല്ലാവരും മഠപടലം എന്ത് ചെയ്തു, പെട്ടുപോയ അവസ്ഥയാണ് അല്ലേ. ഇനി എങ്ങനെ എഴുതും, ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് എവിടെയും തപ്പിയാലും കിട്ടില്ല, എവിടെയും നോക്കിയാലും കാണുന്നില്ല അല്ലേ. ഇങ്ങനെ വല്ലാത്ത ടെൻഷൻസിൻ്റെ അല്ലേ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. ആരും പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് അല്ലേ. സൈലം എന്താണ്, മക്കളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോവാണ് ഞങ്ങളെല്ലാവരും അല്ലേ. ഇവിടെ എല്ലാ ടീച്ചേഴ്സും എന്ത് ചെയ്യാൻ പോവാണ്, ഓരോ സബ്ജക്റ്റും അത്രയും അടിപൊളിയായിട്ട് മക്കൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളത്തിൽ അല്ലേ ഞങ്ങളെല്ലാവരും ഇനി മക്കളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലേ, എങ്ങനെയൊക്കെ പഠിക്കണം അല്ലേ, ഈ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ വലിയൊരു സംശയമായിരിക്കും അല്ലേ. അപ്പോൾ മലയാളം 2 മലയാളം ഉണ്ട് നമുക്ക് അല്ലേ. ഏതൊക്കെ മലയാളമാണ്, ഒന്ന് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മലയാളം, അതേപോലെ അറബി, ഉറുദു, സാൻസ്ക്രിറ്റ് ഒക്കെ ഫസ്റ്റ് ലാംഗ്വേജസിൽ വരും. അതേതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജിൽ പഠിക്കുക. സെക്കൻഡ് ലാംഗ്വേജ് ആണെന്ത്, മലയാളം സെക്കൻഡ് അല്ലേ. അപ്പോൾ അതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും എന്താണ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത് മലയാളം സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലേ എന്തൊക്കെ പഠിക്കണം അല്ലെ, എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ചോദിക്കട്ടെ ടീച്ചറെ, നിങ്ങൾക്ക് മലയാളം ഇഷ്ടമാണോ? മലയാളം എഴുതാനും വായിക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണോ അല്ലെ? എത്ര പേർക്ക് മലയാളം ഇഷ്ടമല്ല, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യണം, മലയാളം ഇഷ്ടമുള്ള ആളുകളും ഇഷ്ടമില്ലാത്ത ആളുകളും ഒക്കെ എന്ത് ചെയ്യണം, അതൊന്ന് കമൻറ്റ് ചെയ്തിടണം കേട്ടോ, എനിക്കൊന്ന് അറിയാനാണ് കേട്ടോ. അപ്പോൾ മലയാളം ഇഷ്ടപ്പെടാതിരിക്കുന്ന ആളുകൾക്കൊക്കെ അതിന് കാരണം ഉണ്ടാവും, അതൊക്കെ ടീച്ചർ പറഞ്ഞു തരാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മലയാളത്തിൽ മാർക്ക് കിട്ടുമോ അല്ലേ, ഇനി എന്താണ് ഫുൾ മാർക്ക് കിട്ടുമോ, A+ കിട്ടുമോ എന്നതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മക്കൾ ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല. ടീച്ചർമാരെന്ത് ചെയ്യും അല്ലേ, വിഷ്ണു ടീച്ചർ മാത്രമല്ല നമ്മളുടെ ശ്രുതി ടീച്ചറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്യാൻ പോവാണ്, മലയാളം മക്കളെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പം ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ കണ്ടിട്ടുണ്ടോ, മാറി വന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മളുടെ അടിസ്ഥാന പാഠാവലി അല്ലേ. അടിസ്ഥാന പാഠാവലി എന്നും കേരള പാഠാവലി എന്നുമാണ് നമ്മൾ മലയാളത്തിന് അല്ലേ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുക. നമുക്ക് അടിസ്ഥാന പാഠാവലിയാണ് ഇത് നമ്മളുടെ മലയാളം സെക്കൻഡ് കേട്ടോ. മലയാളം സെക്കൻഡ് ഏതാണ്, അടിസ്ഥാന പാഠാവലിയാണ്. കേരള പാഠാവലിയാണ് ഇത് മലയാളം അല്ലെങ്കിൽ മലയാളം ഫസ്റ്റ് കേട്ടോ. കേരള പാഠാവലി മലയാളം ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ സൈലത്തിൻ്റെ ആപ്പിലും അല്ലെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നമുക്ക് അടിസ്ഥാന പാഠാവലിയാണ് നമുക്ക് ഉണ്ടാവുക. അല്ലാതെ നമുക്ക് യൂട്യൂബിൽ ലൈവുകളായിട്ടും ചെറിയ ചെറിയ കണ്ടന്റ് വീഡിയോസൊക്കെ ആയിട്ട് ടീച്ചർമാർ എന്ത് ചെയ്യാം, കേരള പാഠാവലിയും കൂടെ മക്കൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ അടിസ്ഥാന പാഠാവലിയിൽ നമുക്ക് 3 യൂണിറ്റുകളാണുള്ളത്. നോക്കിയേ നിങ്ങൾ, ഇങ്ങനെ 3 യൂണിറ്റുകളായിട്ടാണ് നമുക്ക് പാഠഭാഗങ്ങളുള്ളത്. 3 യൂണിറ്റിലും കൂടിയായിട്ട് നമുക്ക് 9 പാഠഭാഗങ്ങൾ കേട്ടോ, 9ഓളം പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. നോക്കിയേ നിങ്ങൾ, എന്താണ് നമ്മളുടെ യൂണിറ്റിൻ്റെ പേര്, കതിർ ചൂടും നാടിൻ പെരുമകൾ അല്ലേ. നമ്മളുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് അല്ലേ കതിർ ചൂടും നാടിൻ പെരുമകൾ. അപ്പോൾ ഒരു നാടിൻ്റെ നന്മയെക്കുറിച്ച് അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ നാടിൻ്റെ അല്ലേ എന്താ പറയുക, ഗ്രാമീണതയുടെ ഭംഗിയെയും ആ സൗരഭ്യത്തെയൊക്കെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലുള്ള പാഠഭാഗങ്ങളൊക്കെ. നോക്കിയേ നിങ്ങൾ, എന്തൊക്കെയാണ് പാഠഭാഗത്തിൻ്റെ പേര്. ആദ്യത്തെ പാഠം ഗ്രാമശ്രീകളാണ്, രണ്ടാമത്തേത് കുമ്മാട്ടി എന്ന പാഠഭാഗമാണ്, മൂന്നാമത്തേത് വിത്തെന്ന മഹാത്ഭുതം അല്ലെ. ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി രണ്ടാമത്തെ യൂണിറ്റ് സ്നേഹ സുന്ദര പാതയിലൂടെ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. അവിടെ എന്താണ് 3 പാഠങ്ങളാണുള്ളത്. ഫാത്തിമ തുരുത്ത്, കാട് ആരത്,
കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം, ഇങ്ങനെ രസകരമായിട്ടുള്ള രണ്ടാമത്തെ യൂണിറ്റ് കേട്ടോ. രണ്ടാമത്തെ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് നോക്കിയേ, തിരമുറിച്ച് കനവ് നെയ്തവർ എന്നാണ് മൂന്നാമത്തെ യൂണിറ്റിന്റെ പേര്. അവിടെ 3 പാഠമാണ്. നാളത്തെ പൊന്മാൻ, കൈകോർത്തവർ പറഞ്ഞത്, അവസാനത്തെ ഇല. ഓക്കെ, ഇങ്ങനെ 9 പാഠഭാഗങ്ങൾ കേട്ടോ. ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് രസമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാൻ പറ്റുന്ന 9 പാഠഭാഗങ്ങളാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലേ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ മാർക്ക് കിട്ടാൻ, A+ കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമുക്ക് എന്താണോ പാഠഭാഗം അല്ലെ, ഈ 9 പാഠഭാഗങ്ങളെ കുറിച്ചും എന്താണ് കൃത്യമായൊരു ധാരണ അല്ലെ, ആരാണ് എഴുതിയത്, എന്താണ് ആ പാഠത്തിന്റെ പ്രത്യേകതകൾ അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം അല്ലെ. അപ്പൊ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ എന്താണ്, ചോദ്യ മാതൃകകളാണ് അല്ലെ, അവയുടെ ഘടനയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ ഇപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് പരീക്ഷയിലൊക്കെ എന്ത് ചെയ്യും, പലതരത്തിലുള്ള ചോദ്യഘടനകൾ ഉണ്ടാവും അല്ലെ. അതായത് ഉപന്യാസം ചോദിക്കും നമ്മളോട്, ആസ്വാദനക്കുറിപ്പ് ചോദിക്കും, കഥാപാത്ര നിരൂപണം ചോദിക്കും അല്ലെ, പിന്നെന്താണ് അങ്ങനെ കത്ത് ചോദിക്കും. ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരിക. അപ്പൊ ഇവയൊക്കെ എന്താണ്, കത്തെഴുതുന്ന പോലെയല്ല നമ്മൾ കഥാപാത്ര നിരൂപണം എഴുതുക, അതുപോലെയല്ല നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഓരോന്നിനും ഓരോരോ രീതിയുണ്ട് അല്ലേ. അപ്പൊ ആ രീതി അനുസരിച്ചാണ് നമ്മൾ എന്ത് എഴുതേണ്ടത് അല്ലെ, ചോദ്യ മാതൃകകൾ. അപ്പൊ അതിനാണ് നമുക്ക് എന്ത് ചെയ്യുക, 6 മാർക്കും 5 മാർക്കും ഒക്കെ നമുക്ക് ഈ ചോദ്യ രീതിക്ക് അനുസരിച്ചാണ് നമുക്ക് മാർക്ക് കിട്ടുക അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. പേടിക്കണ്ട അല്ലെ, നിങ്ങളുടെ പാഠം പഠിപ്പിച്ചു തരാനും ചോദ്യ മാതൃകളൊക്കെ പഠിച്ചു തരാനും ഒക്കെ ഇവിടെ ടീച്ചർമാരുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫോളോ ചെയ്താൽ മതി അല്ലെ. ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, കേട്ട് മനസ്സിലാക്കി ഒന്ന് കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ജുജൂബി അല്ലെ, നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്കതൊക്കെ പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമയത്തിൻ്റെ ഉള്ളിൽ ഉത്തരം എഴുതി ശീലിക്കാനാണ് കേട്ടോ. മലയാളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണ്, നിങ്ങൾ പലപ്പോഴും ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, പലർക്കും മലയാളം ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്താണ്, ഒരുപാട് എഴുതാനുണ്ടാവും, എസ്സേ എഴുതണം അല്ലെ. ഇനി മലയാളത്തിലുള്ള അക്ഷരങ്ങളാണെങ്കിലോ അല്ലെ, എങ്ങനെയൊക്കെ എഴുതണം, ഇങ്ങനെ ചൊറച്ച് അല്ലെ, നമ്മളെങ്ങനെ എഴുതുക, നമ്മളെങ്ങനെ എഴുതുക, നമ്മളെങ്ങനെ എഴുതുക, ഇങ്ങനെ ചൊറയ്ക്കണം, ഇങ്ങനെ ചൊറയ്ക്കണം, ഇങ്ങനെ എഴുതണം, ഈന്ന് എഴുതുക അല്ലെ. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ലിപിയാണ് മലയാളത്തിൻ്റെ. ഭയങ്കര സമയമെടുത്തൊക്കെ എഴുതണം അല്ലെ. അപ്പം അങ്ങനെ ഇങ്ങനെ ചൊറച്ചൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോവും. മാത്രമല്ല നമ്മളൊരു 90% കുട്ടികളും എന്താ പഠിക്കണേ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ആകെ മലയാളം പഠിക്കുന്നത് മലയാളം ക്ലാസ്സിൽ മാത്രമാണ് അല്ലേ. എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്ന എവിടെ മാത്രമാണ്, മലയാളം ക്ലാസ്സിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് വാക്കുകളൊക്കെ കുറയും അല്ലേ, നമുക്ക് എഴുതാനുള്ള സ്പീഡ് കുറയും അല്ലേ. ഇതൊക്കെയാണ് മലയാളത്തിന് നമ്മൾ മാർക്ക് കുറയ്ക്കുന്നതോ മലയാളത്തെ ഇഷ്ടമല്ലാതാക്കുന്നതോ. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ടീച്ചർമാർക്ക് മക്കൾക്ക് നല്ല അടിപൊളി ഗൈഡൻസ് ഒക്കെ തരും. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ടീച്ചർമാർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മലയാള സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇനി കുഞ്ഞു കുഞ്ഞു വീഡിയോകളിലായിട്ട് ഓരോ പാഠഭാഗങ്ങളും അല്ലേ, അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ടീച്ചർമാർ വരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല കുഞ്ഞുങ്ങളായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുക, വീണ്ടും കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.